നമ്മളിന്ന് പൊങ്കാല പായസമാണ് ഉണ്ടാക്കുന്നത്. പൊങ്കാല പായസം ഉണ്ടാക്കാനായിട്ട് നമ്മൾ 2 രീതിയിലുള്ള പായസം ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ശർക്കര പായസം, ഒന്ന് പാൽപ്പായസം, തേങ്ങാപ്പാൽ പായസമാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊങ്കാല പായസം ഉണ്ടാക്കാനായിട്ട് മൺകല അടുപ്പിൽ വെച്ച് അരിയിട്ട് നന്നായിട്ട് അത് തിളച്ച് വന്നപ്പോഴത്തേക്കും 1.5 ഗ്ലാസ് അരിയാണ് ഏകദേശം ഇട്ടത്. അതിന് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് നമ്മളതിനെ 2 ആക്കി എടുത്തു. അതിനുശേഷം ഒരെണ്ണത്തിൽ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു, മറ്റൊന്നിൽ നമ്മൾ തേങ്ങാപ്പാൽ ആണ് ഒഴിച്ചത്. അതിനുശേഷം ശർക്കരപ്പാനി ഒഴിച്ചതിനകത്ത് തേങ്ങ ഗ്രേറ്റഡ് കോക്കനട്ട് ഇട്ട് കുറുക്കിയെടുത്തു. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചതിനകത്ത് പഞ്ചസാര ഇട്ട് നമ്മളത് കുറുക്കിയെടുത്ത് അതിനുശേഷം നെയ്യും ചേർത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഏലക്ക പൊടിച്ചും ഇട്ട് നമ്മൾ വാങ്ങിയെടുക്കുമായിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് നമുക്ക് കിട്ടിയത്. രണ്ടും നല്ല പായസം തന്നെയാണ്. ശർക്കര പായസമാണെങ്കിലും അതിന് ഭയങ്കര രുചിയാണ്, നെയ്യുടെയൊക്കെ രുചിയുണ്ട്. അതോടൊപ്പം തന്നെ തേങ്ങാപ്പാൽ പായസമാണെങ്കിൽ അതിനൊരു പ്രത്യേക രുചിയാണ്. തീർച്ചയായും തയ്യാറാക്കണം. അതുപോലെ തന്നെ നമ്മൾ അത് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് അത് കഴിച്ചത്. അപ്പം എല്ലാവർക്കും എല്ലാവിധ ആഗ്രഹ സാഫല്യങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.